കമല ഹാരിസ്, ഡൊണാൾഡ് ട്രംപ്, ജോ ബൈഡൻ, ഡൊണാൾഡ് ട്രംപ്. ജോ ബൈഡൻ പോയി, വെട്ടി. അതിനുശേഷം വന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും മത്സര രംഗത്തുള്ള സമയത്ത് ട്രംപായിരുന്നു സർവേകളിൽ മുൻതൂക്കമുണ്ടായിരുന്ന ആൾ. പക്ഷേ ഇപ്പം ആ ചിത്രം മാറുകയാണ്. ഇപ്പോൾ കമല ഹാരിസ് സർവേയിൽ, ഇപ്പോൾ പുതിയൊരു ഇത് വന്നിരിക്കുന്ന വാഷിങ്ടൺ പോസ്റ്റിൻ്റെ സർവേയിൽ കമല ഹാരിസ് 4 പോയിന്റ് മുൻതൂക്കമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അവർ തന്നെ പറയുന്നു. കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കമല ഹാരിസ് ട്രംപിനെ അട്ടിമറിക്കുമോ? ട്രംപിന് വെടിയൊക്കെ ഏറ്റിട്ട് ആ സമയത്തൊരു ഇമേജൊക്കെ ഇങ്ങനെ കയറി. അല്ല, ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ട്രംപ് എപ്പോഴും അണ്ടർഡോഗ് ആയിരുന്നു. ട്രംപ് മുമ്പും ജയിക്കുമെന്നാലും പ്രതീക്ഷയല്ല. ഞാൻ വിചാരിച്ചിരുന്നത് ആദ്യത്തെ തവണ. അപ്പം അതിന് കാരണങ്ങളുണ്ടായിരുന്നു. അത് ഭയങ്കര കോമഡിയാണ്. ഞാനത് ഇതിന് വേഗത്തിനോട് പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ ഇവന് ഇലക്ഷന് തലേ എന്നോട് ചോദിച്ചു, ട്രംപാണോ ഹിലാരിയാണോ? ഞാൻ വേറൊരു കോളേജിൽ ചെങ്ങന്നൂർ പഠിപ്പിക്കുക. അപ്പോൾ അന്ന് ചർച്ചയ്ക്കൊന്നും പോകാൻ പറ്റില്ല. ചെങ്ങന്നൂരിന് പല കണക്ടിവിറ്റി ഒക്കെ കുറവാണ്. അപ്പോൾ ഇവൻ എന്നോട് വിളിച്ചു ചോദിച്ചു, പിന്നെ ഹിലാരി അല്ലേ ജയിക്കാൻ? ഹിലാരി അല്ല, ട്രംപാണ് ജയിക്കാൻ. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ കാരണങ്ങൾ, മുസ്ലിം വിരുദ്ധത, കുടിയേറ്റ വിരുദ്ധത, അവിടുത്തെ റിസഷൻ്റെ പ്രശ്നം, ഇതൊക്കെ ഉണ്ട് കാര്യങ്ങളൊന്നും. ഇവൻ എന്ത് ചെയ്തൊരു ലോക്കൽ ചാനലിൽ പോയി ഇത് പറഞ്ഞു. അപ്പോൾ ഇത് ശരിയായി. പിന്നെ ഇന്ന് ആർക്ക് എന്നോട് പേടി, ഞാനിത് വേറെ എവിടെയെങ്കിലും പറയും, ഇതിങ്ങനെ ഫേസ്ബുക്കിൽ എടുത്താൽ ആഘോഷിച്ച് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം വലിയ താരമായി. അല്ല, താരൊന്നായില്ല, പ്രവചനസിംഹമായി. അല്ല, താരൊന്നായില്ല. ഈ ചെറിയ ചാനൽ എവിടെയാണ്. പിന്നെ ഇത് ബേസിക്കലി ഫോണാ നാട്ടുകാർക്ക് അറിയുന്നതുകൊണ്ട് ആരും വലിയ മൈൻഡ് ആക്കിയില്ല. അപ്പം പക്ഷെ ഇവന് പേടി, ഞാനിത് വേറെ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുണ്ടില്ല, ഞാൻ വെയിറ്റ് ചെയ്തു. കഴിഞ്ഞ തവണ വന്നപ്പം അന്ന് ഇതിവിടെ വലിയ ചർച്ച ആയില്ല. അപ്പോൾ ഞാൻ പൊതുവെ ഫേസ്ബുക്കിലൊന്നും എഴുതാത്തൊരാളാണ്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇലക്ഷൻ റിസൾട്ട് എഴുതുന്ന പേരിച്ച് അന്നപ്പം ഈ ഫോട്ടോ ഫേസ്ബുക്കിൽ എഴുതി ട്രംപ് ജയിക്കുന്നു. ഞാൻ ഇവൻ്റെ പേര് പോലും പറയാൻ എനിക്കിഷ്ടമല്ല. അതിനുള്ള ജോലിയുള്ള ആളെ പേരല്ല നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ എഴുതി പിന്നെ ദിസ് ഈസ് ബൈഡൻ എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഗോയിങ് സംതിങ് അങ്ങനെ എഴുതി, ബൈഡനാന്ന് എഴുതി വെച്ചു. എക്സാക്ട് സെൻറ്റൻസ് ഞാൻ ഓർക്കുന്നില്ല. ബൈഡൻ ജയിച്ചു. എൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും പോയാൽ കാണുന്നത് റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ട്രംപ് ജയിക്കുന്നായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞല്ലോ എൻ്റെ റിസൾട്ടൊക്കെ വരാൻ. ആദ്യം ട്രംപ് ജയിക്കുന്നായിരുന്നു. അപ്പം ബൈഡൻ ജയിച്ചു അതിൻ്റെ. അപ്പം നമ്മൾ ബൈഡൻ ജയിച്ചു, അന്ന് ജയിക്കുന്ന കാരണമുണ്ട്. ട്രംപിൻ്റെ അന്നത്തെ വിജയം എന്ന് വെച്ചാൽ വളരെ നിങ്ങൾ ആ രീതി കണ്ട പിന്നെ പൊളിറ്റിക്സും ഇഷ്ടവും അതെങ്കിൽ മാത്രമേ അത് പ്രവചിക്കാൻ പറ്റുള്ളായിരുന്നു. ഈ വലിയ സർവേ ഏജൻസിയിൽ കോട്ടും സൂട്ടും ഇട്ട് ഇരിക്കുന്ന മാതിരി ഈ 2ാം സ്ഥാനം അതില്ല, ഇഷ്ടത അറിയില്ല. ഇഷ്ടത്തിന് സോഷ്യോളജിയൊക്കെ അറിഞ്ഞാലേ ഇത് കൃത്യമായി പ്രവചിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഇഷ്ടതയുണ്ട്. അമേരിക്കൻ ഏത് സമൂഹത്തിലും അവരുടെ പുതിയ സാധനം കണ്ട അവർ ഇഷ്ടതയുടെ പുറത്താണ്. അപ്പം ഈ അങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ജയിക്കാൻ കാരണം ഇയാൾ അണ്ടർഡോഗ് ആയതുകൊണ്ട് ഇയാളെ ഈ പറയുന്ന വാൾ സ്ട്രീറ്റ് വേണ്ട രീതിയിൽ ഗവനിച്ചില്ല. അമേരിക്കക്കാർ ഇങ്ങനെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അയാൾ ജയിച്ചു. പക്ഷേ കഴിഞ്ഞ തവണ വാൾ സ്ട്രീറ്റ് വളരെ വിജിലൻ്റ് ആയിരുന്നു. സത്യത്തിൽ കഴിഞ്ഞ തവണ കൂടുതൽ വോട്ട് ഇയാൾക്കാണ് കിട്ടിയത്. ഇയാൾ കൂടുതൽ പോപ്പുലർ ആയിട്ടുണ്ട്. പക്ഷേ തോൽപ്പിച്ചതാണ്. ഇത്തവണ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ട്രംപിനെ തോൽപ്പിക്കും. പക്ഷെ ബൈഡൻ ആയിരുന്നെങ്കിൽ ട്രംപിനൊരു സാധ്യത ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ബൈഡൻ ഇവർക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരാളാണ്. പ്രായം, അങ്ങനെ ഒരുപാട് ഫാക്ടർ ബൈഡൻ ഉണ്ട്. മാത്രമല്ല ഡിബേറ്റിൽ ബൈഡൻ ഭയങ്കര വീക്കായി പോയി. ഇയാൾ മണ്ടനാണെങ്കിൽ പോലും ഇയാൾ കയറി അടിച്ചു. അപ്പോൾ ട്രംപിനെ കുറിച്ച് പറയുന്നത് ഈ എഴുതി തയ്യാറാക്കുന്ന പ്രസംഗമൊന്നും ട്രംപ് പ്രസംഗിക്കാറില്ല. അപ്പോൾ എന്താണ് ഇമ്പൾസീവാണ്. നരേന്ദ്രമോദി പോലും അങ്ങനെയല്ല. നരേന്ദ്രമോദിയൊക്കെ അന്നേ പഠിച്ച് അങ്ങനെ പറയുള്ളൂ. പിണറായി വിജയനൊക്കെ തന്നെ എഴുതി വായിക്കുള്ളൂ. പക്ഷെ ഇതുപോലെ അല്ലല്ലോ ഇയാളൊരു ഭ്രാന്തനാണ്. അപ്പം അതുകൊണ്ട് വാൾ സ്ട്രീറ്റ് തന്നെയാണ് കമല. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കമലയാണെങ്കിൽ പിന്നെ ഈ ഇന്ത്യക്കാർ വോട്ട് ചെയ്യില്ല, പക്ഷെ വാൾ സ്ട്രീറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. വാൾ സ്ട്രീറ്റാണ് വോട്ട് ചെയ്തത്. ഈ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കമലേനെ ഇഷ്ടമല്ല. 2 കാര്യങ്ങൾ വെച്ചാൽ ട്രംപിന് അവർക്ക് ഇഷ്ടമാണ്. ട്രംപ് ഒരു പ്രോ ഇന്ത്യനാണ്, പ്രോ മോഡിയാണ്, മോഡീൻ്റെ സുഹൃത്താണ്. മോഡി അവിടെ പോയി അങ്ങനെയൊക്കെ വോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. ഈ റിപ്പബ്ലിക്കൻസ് പൊതുവെ നമുക്ക് ഇന്ത്യക്കാർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നവരാണ്. ഡെമോക്രാറ്റിക്കാർ എന്ന് വെച്ചാൽ അവർ കുറച്ചും കൂടി അഹങ്കാരം കുറച്ച് കൂടുതലാണ്. അപ്പം അത്ര നല്ല ബന്ധമല്ല ബ്ലിങ്കനും മോഡിയൊന്നും തമ്മിലുള്ളത്. അതിപ്പം നമ്മൾ പ്രധാനപ്പെട്ട രാജ്യമായതുകൊണ്ട് അവരെ പരിഗണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ട്രംപ് നമുക്ക് വലിയ പരിഗണന തന്നിട്ടുള്ളൊരു പ്രസിഡൻ്റാണ്. അപ്പം ഇന്ത്യക്കാരെന്ന് വെച്ചാൽ പൊതുവേ അതുകൊണ്ട് ട്രംപിന് അനുകൂലം. അത് നിങ്ങൾ നോക്കിയാൽ മതി, സോഷ്യൽ മീഡിയ ഒക്കെ ട്രംപിന് അനുകൂലമായിട്ട് ഇന്ത്യക്കാർ വെടികൊണ്ടപ്പോൾ ട്രംപ് വെടിയെ വെക്കടാ വെടി എന്ന് പറഞ്ഞു ട്രംപ് എന്നൊക്കെ പറഞ്ഞാണ് ഓരോരുത്തർ ഫൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇത് മൊത്തം ഓർക്കസ്ട്രേറ്റഡ് ആണെന്നുള്ള തോന്നൽ അമേരിക്കയിലുണ്ട്. ട്രംപിന് ഈ വെടിവെച്ചതും
മൊത്തം പിന്നിൽ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഒരു ഓർക്കസ്ട്രേറ്റഡ് എന്നുള്ള ഫീൽ അവിടെ ഉണ്ട്. ട്രംപിനെ കൊല്ലാൻ ഒരു പാകിസ്ഥാനി പോയിരുന്നു. അത് ചിലപ്പോൾ ജെന്യൂൻ ആയിരിക്കും, കാരണം ട്രംപ് വന്നാൽ പാകിസ്ഥാന് പണി കിട്ടും. അത് ചിലപ്പോൾ ജെന്യൂനായി. മറ്റേതൊക്കെ ഓർക്കസ്ട്രേറ്റഡ് എന്നുള്ള ഫീൽ അമേരിക്കയിലുണ്ട്. അപ്പം പൊതുവേ ട്രംപ് ഒന്ന് ഇടിഞ്ഞു നിൽക്കുകയാണ്. കമല ആണെങ്കിൽ അമേരിക്കക്ക് പറ്റിയ ഒരാളാണ്. ശരിക്കും ഒരു ബ്ലാക്ക് ഈ പറയുന്ന ഒരു പ്രസിഡന്റ് രീതിയിൽ അവിടെ വനിതാ പ്രസിഡന്റ് വരേണ്ട ആള് കോണ്ടലീസ റൈസായിരുന്നു. അവര് ജോർജ് ബുഷ് ജൂനിയറിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റോ മറ്റായിരുന്നു, ഫോറിൻ സെക്രട്ടറി ആയിരുന്നു. അപ്പം അവര് ഭയങ്കര സെക്രട്ടറി ഫോറിൻ സെക്രട്ടറി 2 ടൈമിലും ഉണ്ടായിരുന്നു. അപ്പം അവര് ഭയങ്കര സംഭവമാണ്. പക്ഷെ അവരായത് വരേണ്ടിയിരുന്നത്, പക്ഷെ അവര് വന്നു. പിന്നെ നാൻസി പെലോസി ഉണ്ടായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയിൽ. പിന്നെ സാറാ പെയിൻ മുമ്പ് എനിക്കൊന്നു ഒബാമ മത്സരിച്ചപ്പം പിന്നെ അന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവര് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി. ഇവരൊന്നും പിന്നെ നമ്മൾ ചിത്രത്തിൽ കണ്ടില്ല. അമേരിക്കൻ പൊളിറ്റിക്സ് അങ്ങനെ കാര്യമുണ്ട്. നമ്മളിപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞാൽ അമിത്ഷാ അല്ലെങ്കിൽ യോഗി എന്നൊക്കെ പറയുമ്പോൾ അവിടെ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. ഇല്ല, ആ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ വാൾസ്ട്രീറ്റിന്റെ സപ്പോർട്ടും ഒക്കെ ഉള്ളത് കൊണ്ടും അമേരിക്കനെ നിർണയിക്കുന്ന ആളുകൾക്ക് താല്പര്യമുള്ള ആള് കമലയാണ്. അതുകൊണ്ടാണ് കമല വരുന്നത്. വെറുതെ ഒരാളും വരില്ല. അപ്പോൾ ജോൺ അവിടെ പോയിട്ട് ജോൺ പ്രസിഡന്റ് ആവില്ല. അത് വരുന്ന ഒരു പ്രസിഡന്റ് മത്സരിക്കാൻ പറ്റില്ല, അവിടെ ജനിക്കണം. അങ്ങനെ നിയമം ഉണ്ടാവും. അവിടെ ജനിച്ചാലേ പ്രസിഡന്റ് ആകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ പിന്നെ ആർണോൾഡ് ഷ്വാസ്നഗറിനെ പോലെ ഇപ്പോൾ മൂപ്പര് കാലിഫോർണിയ ഗവർണർ വരെ ആകാനേ പറ്റുള്ളൂ, പ്രസിഡന്റ് ആകാൻ പറ്റില്ല. അല്ല ചിലപ്പോൾ അയാളായി പോകരുത്. അയാൾ നല്ല ഫാൻ ഫോളോയിങ് ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് നല്ല സാധ്യതയുണ്ട്. സൗത്ത് ഇന്ത്യൻസ് കമലയ്ക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സൗത്ത് ഇന്ത്യൻസ് അല്ല, അത് രണ്ടാമത് വന്ന പ്രശ്നം. നോർത്ത് ഇന്ത്യൻ സമയം ഒരു സൗത്ത് ഇന്ത്യ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുക, ഒരു സൗത്ത് ഇന്ത്യൻ ഗൂഗിളിന്റെ MD ആകുക, സൗത്ത് ഇന്ത്യൻ പെപ്സിയുടെ ചീഫ് ആകുക, ഇതൊന്നും അവർക്ക് അങ്ങനെ അങ്ങ് ദഹിക്കുന്നതല്ല. ഒരു നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ട് ഇന്ത്യക്കാരുടെ ഇടയിൽ. അതില്ലാതാക്കാൻ RSS ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചു കാലം കൂടി അത് നിൽക്കും. അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്നു. ഈ പറയുന്നത്, അതായത് ഈ ട്രംപിന് വ്യക്തമായി ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളിലേക്ക് പോയി പ്രചാരണ വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റുന്നില്ല. ട്രംപ് എങ്ങനെ പറഞ്ഞു തുടങ്ങിയാലും വന്ന് അവസാനിക്കുന്ന കമലാ ഹാരിസിനുള്ള വിരോധമാണ്. കമലാ ഹാരിസിനെ പദ്ധതി പറയുക, അല്ലെങ്കിൽ ബൈഡനേക്കാൾ മോശമാണെന്ന് പറയുക. ആ തരത്തിലാണ് ട്രംപിൻ്റെ പ്രസംഗം. അതൊക്കെ ആളുകൾക്കിടയിൽ ഒരു അപമതിപ്പുണ്ടാക്കുന്നു. അത് അമേരിക്ക ഈ അമേരിക്കൻ വർക്കിംഗ് ക്ലാസിൻ്റെ ഇടയിൽ അതൊക്കെ ഗുണം ചെയ്യും. അവരുടെ ഒരു ഭാഷയല്ലേ അത്. ഈ വർക്കിംഗ് ക്ലാസ് ഒരു ക്ലാസ്സിനെ മോശമായിട്ട് പറയുന്നതല്ല. ഒരു സാധാരണക്കാരൻ്റെ തെരുവിലെ സംസാര രീതിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ അവരും കൈയടിയിട്ടും മറ്റിടത്തും കൈയടി കിട്ടില്ല. പക്ഷേ സ്ത്രീകളൊക്കെ ചിലപ്പോൾ അകറ്റാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഇത്തരം ചില കോർണേഴ്സ് അവരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇയാളെ പിന്നിലുള്ളതെന്ന് വെച്ചാൽ വലിയൊരു ഹൈപ്പാണ് ഇയാളെ പിന്നിലുള്ളത്. അതിൽ ലോ മിഡിൽ ക്ലാസ്സും വൈറ്റ് അമേരിക്കൻസ് പിന്നെ എന്താണ് വർക്കിംഗ് ക്ലാസ്സുമാണ് അയാളെ ഏറ്റവും. അന്ന് ഞാനത് നോട്ട് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ വൈറ്റ് അമേരിക്കൻസ് വർക്കിംഗ് ക്ലാസ് ഇയാളെ കൂടെ നിൽക്കുള്ളൂ. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നമാണ്. അവർക്കാണ് തൊഴിലില്ലാതായത്. സബ്പ്രൈം ക്രൈസിസ് വന്നപ്പോൾ ഇറാഖ് യുദ്ധത്തിൽ കാശ് കൊണ്ടിട്ട് പിടിച്ചപ്പോഴും കോർപ്പറേറ്റുകൾക്കൊക്കെ ലാഭമാണ്. പ്രശ്നം വന്നത് പല കമ്പനികൾ അടച്ചുപൂട്ടിയ സമയത്ത് ഈ അടച്ചുപൂട്ടിയ കമ്പനികൾക്ക് ഇപ്പം ഹംവി വണ്ടി അവർ നിർത്തി. ഓപ്പൽ ആസ്ട്ര കമ്പനി അടച്ചുപൂട്ടി. പക്ഷേ ജനറൽ മോട്ടോഴ്സിന് വേറെ കമ്പനി ഉണ്ട്. അവിടെയുള്ള തൊഴിലാളികൾക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. ഇപ്പം ലീമൻ ബ്രദേഴ്സ് ബാങ്ക് അടച്ചുപൂട്ടി. അങ്ങനെ തൊഴിൽ മേഖലയിൽ പ്രശ്നം വന്ന് സാധാരണക്കാർക്കാണ്, വെള്ളക്കാരായ സാധാരണക്കാർക്കാണ് കൂടുതലും. അപ്പോൾ അവർ എന്ത് ചെയ്തു? നമ്മൾ പലപ്പോഴും സവർണനായ ഹിന്ദുവിന് BJP ആയിട്ട് എന്താ പ്രശ്നം ചോദിക്കാറില്ലേ? നിങ്ങൾ പോയി BJP ഒക്കെ ആൻറ്റി ദളിതാണ്, ആൻറ്റി OBC. ശരി, സവർണനായ ഒരു ഹിന്ദു എന്തിനാണ് BJPനെ എതിർക്കുന്നത് എന്ന് ചോദിക്കുന്ന പോലെയാണ് പിന്നെ വെളുത്തവനായിട്ടുള്ള പിന്നെ ഈ പറയുന്ന സായിപ്പ്, വെളുത്ത സായിപ്പിലെ വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം അവർ അങ്ങനെ അനുകൂലമായിരുന്നു. അതാണ് ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. അതിപ്പോഴും മാറ്റമില്ല അത്. പക്ഷേ അവിടെയുള്ള മറ്റ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പം ഏഷ്യൻ കമ്മ്യൂണിറ്റി, സൗത്ത് ഇന്ത്യൻസ്, ഇവർക്ക് അനുഭവം. പിന്നെ ആഫ്റ്റർ ഓൾ വാൾസ്ട്രീറ്റിനെ സപ്പോർട്ട്. എനിക്ക് പ്രശ്നമുണ്ട്. കമല ജയിച്ചു കഴിഞ്ഞാൽ ട്രംപ് കഴിഞ്ഞ അവിടെ വലിയ പ്രശ്നം ഉണ്ടായതാണ്. നിങ്ങളുടെ കൊല്ലത്ത് തന്നെ ഇതുപോലെ തന്നെയാണ് അവിടെ പോയിട്ട്. കൊല്ലംകാരനല്ല, പക്ഷേ അത് എറണാകുളമാണ്. വൈറ്റ് ഹൗസ് പതാകവർത്തി ആള്. ഇയാളൊക്കെ എന്തൊക്കെ കാണിച്ചിട്ട് പഠിച്ചാൽ അറിയാവുന്ന ഒരാളാണ്. എനിക്ക് പേടിയായിരുന്നു ഇവർ പ്രസിഡന്റ് നമ്മൾ ഒബാമ പ്രസിഡന്റ് സമയത്ത് ഇയാൾ ഒരു വെടി ചൊല്ലുന്ന പേടിയുണ്ട്. അവിടെ കുക്ലസ് ക്ലാൻ എന്ന് പറഞ്ഞോട് വെളുത്ത വർഗീയവാദികളുടെ ടീമുണ്ട്. അവൻ ഭയങ്കര ഡേഞ്ചറസാണ്. പേടിയുണ്ടായിരുന്നു. പക്ഷെ ട്രംപ് ഇയാളെ മാനേജ് ചെയ്തു. ബരാക് ഒബാമ. കമലയുടെ കാര്യത്തിൽ എനിക്ക് ആ പേടിയുണ്ട്. കമല ജയിച്ചാൽ എന്തൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്താലും ഒരുത്തൻ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ട വലിയ ബുദ്ധിമുട്ടാണ്. അമേരിക്കൻ ജനാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് തോറ്റു പോകുന്ന ഒന്നാണോ? തോറ്റു പറയാൻ പറ്റില്ല. ഒരു ചെറിയ ഇൻസൈഡ് സപ്പോർട്ടൊക്കെ കിട്ടിയത് ട്രംപിൻ്റെ ഉണ്ട ചെറുതായിട്ട് മാറിയിരുന്നെങ്കിലും ശരി, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പം അമേരിക്കയിൽ മറ്റേ ഇയാൾ
നമ്മുടെ അല്ല മറ്റേ നാളില്ലേ അമേരിക്കക്കാരെ വെടിവെച്ച് വന്നു ലാദൻ അവിടെ വിമാനം മിസൈലാക്കുന്നവരെ നമുക്കറിയായിരുന്നു ഇങ്ങനൊരു യൂസ് വിമാനം കൊണ്ടുണ്ട്. അതെ അതെ അതാണ് കാര്യം. ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, അത് ഏതെങ്കിലും ഉപയോഗപ്പെടുത്തിയാൽ മതി. പക്ഷെ അമേരിക്കക്കാരന് വെള്ളക്കാരനാകുമ്പോൾ ഒരു കറുത്ത വർഗ്ഗക്കാരിയായ കുടിയേറ്റക്കാരുടെ സന്തതി പരമ്പരപ്പെട്ട ആളാകുമ്പോൾ അവർക്ക് അതൊക്കെ അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറ്റും. പിന്നെ കമല പിന്നെ ഈ പറയുന്ന ഇവരെ വാൾ സ്ട്രീറ്റിനെ പിണക്കില്ല. അതുകൊണ്ട് കമലയ്ക്ക് അവിടെ താമസിക്കുന്ന അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ പിന്തുണ കിട്ടാൻ പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ പിന്തുണ സൗത്ത് ഇന്ത്യക്കാർക്ക് കിട്ടും. അവർ പൊതുവെ ട്രംപിന് അനുകൂലമായി. ഞാൻ അവരുടെയൊക്കെ വീഡിയോ കമൻ്റൊക്കെ ഇപ്പോൾ കമലാ ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയ സമയത്ത് പോലും അവർ സന്തോഷം പേടിപ്പിച്ചു എന്നാൽ ആ സമയത്ത് സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അവരുടെ സഹോദരനൊക്കെ ഇന്ത്യക്കാരിയാണ്, വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ കമലാ ഹാരിസ് ഇവിടെ ഇപ്പം കേരളത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനപ്പെട്ട ചില സമുദായ സംഘടനകളൊക്കെ തന്നെയാണ്. അതാത് പാർട്ടിയിൽ ആര് വേണമെന്നൊക്കെ തലപ്പോഴും തീരുമാനിക്കുന്നു. ഇതുപോലെ തന്നെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വാൾ സ്ട്രീറ്റാണ്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ അവിടെ വാൾ സ്ട്രീറ്റ് കുറ്റം പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചർച്ച പറഞ്ഞ അവസാനം ഇപ്പോൾ ട്രംപ് പരാജയപ്പെടും, കമല ജയിക്കും, അതിനാണ് സാധ്യത. പക്ഷേ ട്രംപ് ജനമനസ്സിലും പോപ്പുലർ വോട്ടൊക്കെ ചിലപ്പോൾ ട്രംപിനായിരിക്കും കൂടുതൽ. സാങ്കേതികമായിട്ട് കമലനെ ജയിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും കണ്ടേ അറിയാൻ പറ്റും. നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇലക്ഷനോട് അടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അടിയൊഴുക്കുകൾ മനസ്സിലാവുക. സോഫ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കമലയ്ക്കാണ് സാധ്യത.